മാ കൊറേ നേരമായാലും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? കൊറേ പ്രശ്നങ്ങളുണ്ട് മോളെ, അതൊക്കെ ഒന്ന് റാഹത്തായി കിട്ടണ്ടേ. മാ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളായാലും, മാനസികപരമായിട്ടുള്ള വിഷമങ്ങളോ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഇനി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, നിങ്ങളെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിന് നല്ല ഉത്തമമായ ഒരു സൊല്യൂഷൻ ഉണ്ട്. പറഞ്ഞേരട്ടെ. ആ നമുക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളായിരുന്നാലും ശരി, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്ത്. എങ്ങനെയാണെന്നറിയോ? സലാത്ത് നടക്കുമ്പോൾ സംഭവിക്കുന്ന പ്രോസസ് എന്താ നിങ്ങൾക്കറിയോ? അതായത് നമ്മൾ ഒരു സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പേരിൽ 10 അനുഗ്രഹം ചൊരിയാണ്. എങ്ങനെയൊക്കെയാണ്? അതായത് നമ്മുടെ 10 സ്ഥാനം അള്ളാഹുവിലേക്കുള്ള ദറജ അത് ഉയരുകയാണ്. നമുക്ക് 10 നന്മ രേഖപ്പെടുത്താണ്. നമ്മുടെ 10 തെറ്റുകൾ മായ്ച്ചു കളയാണ്. മാത്രല്ല നമുക്ക് 10 ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരൽ കൂടിയാണ്. അത് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. സലാത്ത് അധികരിപ്പിച്ചാൽ ടെൻഷൻ ഇല്ലാതെയാവും. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ലേ, എപ്പോഴും ടെൻഷനാണ്. എല്ലാത്തിനും എന്തിനും ഏതിനും നമുക്ക് എന്താണ് ടെൻഷനാണ് അല്ലെ. അപ്പോൾ നമ്മൾ മുഴുവൻ ടെൻഷനും ഇല്ലാതിരിക്കാൻ ഒരു പരിഹാരം കൂടിയാണ് സലാത്ത് അധികരിപ്പിക്കല്. അപ്പോ നമ്മളെല്ലാവരും സലാത്ത് ചെല്ലുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇതിനെ വേണ്ട ഗൗരവത്തിൽ മനസ്സിലാക്കി ഇതുകൊണ്ട് എനിക്ക് ഇന്ന നേട്ടങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയാണ് നമ്മൾ സലാത്ത് ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് രോഗിയാണ്, നമ്മുടെ രോഗശിഫയാവണം, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, കാണിക്കണം. അതിന്റെ കൂടെ നിങ്ങൾ സലാത്ത് കൂടെ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാണിച്ച് കിട്ടുന്ന മരുന്ന് അതിൽ അള്ളാഹു ബർക്കത്തിട്ട് തരും. ഇതുപോലെ നമുക്ക് എല്ലാ ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു സലാത്ത് ചൊല്ലിയാൽ 10 നിങ്ങളുടെ 10 ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരുന്നു. തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ സലാത്ത് അധികരിപ്പിക്കുക, അത് എന്റെ മേൽ എത്തിക്കപ്പെടും. ആ കാര്യങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹ് നബിയെ നിങ്ങൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളുടെയും നബിമാരുടെയും ശരീരത്തിനെ മണ്ണിനെ തൊട്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ, നിങ്ങൾ ഇങ്ങനെ ഒരു സലാത്ത് ചൊല്ലുന്ന സമയത്ത് ഒരു മലക്ക് ഇങ്ങനെ വരുന്നു, നമ്മൾ കാണുന്നില്ല, പക്ഷെ ആ മലക്ക് ഇങ്ങനെ നമ്മളെടുത്ത് വരുന്നു സങ്കല്പിക്കുക. അത് നമ്മുടെ ചുണ്ടിൽ നിന്ന് സലാത്തിനെ പൊതിഞ്ഞുകൊണ്ട് മദീന റൗളയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ സലാത്ത് കൊണ്ടു കൊടുക്കുമ്പോ നമ്മളെ സലാത്തല്ലേ, അപ്പൊ റസൂലുള്ളാഹിനോട് പറയണ്ടേ? അപ്പൊ പറയാണ്, അലവിയുടെ മകൾ ഫൗസി ചൊല്ലിയ സലാത്താണ് നബി എന്ന് പറഞ്ഞിട്ട് അവിടെ ഏൽപ്പിക്കുന്ന ഒരു രംഗങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചു. അങ്ങനെ ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 10 സലാത്തുകൾ ചൊല്ലിയ 10 പ്രാവശ്യം ഈ മലക്ക് കൊണ്ടു കൊടുക്കൂലേ? 10 പ്രാവശ്യം മലക്കുകൾ സലാത്ത് അവിടെ എത്തിച്ചു കൊടുക്കൂലേ? ഈ 10 പ്രാവശ്യം നിങ്ങളുടെ പേരും അവിടെ അറിയിക്കപ്പെടൂലേ? ആണെങ്കിൽ നിങ്ങൾ 100 പ്രാവശ്യം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ 100 പ്രാവശ്യം നിങ്ങളുടെ സലാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അറിയിക്കപ്പെടൂലേ? അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു കണക്ഷൻ ഇങ്ങനെ വർദ്ധിച്ചു വരൂലേ? അതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ മോനെ അനാമ്, അപ്പൊ അനാമലി അവന്റെ ഫ്രണ്ടിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയില്ലേ, അംജിദ് 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 ഇങ്ങനെ പറയാന്ന് വിചാരിച്ചോ. 10 പ്രാവശ്യം അംജിദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അംജിദിനെ ഒരു ദിവസം നമ്മൾ കണ്ടുമുട്ടിയാൽ നമ്മൾ പറയില്ലേ, ആ അംജിദല്ലേ, എനിക്കറിയാം, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ആ ഒരു സാധനം ഒന്ന് ആലോചിച്ചൊക്കെ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മലക്കുകൾ എപ്പോഴും നമ്മുടെ സലാത്ത് എത്തിച്ചെത്തിച്ച് കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളറിയില്ലേ? നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് 2 ചീത്ത പറയാൻ അധികാരമുള്ള അങ്ങനെയുള്ള ഒരു 5 ഫ്രണ്ട്സെങ്കിലും നമുക്ക് ഉണ്ടാവില്ലേ? എന്തായാലും ഫോൺ ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കൽ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്ങനെയായാലും വെറുതെ എങ്കിലും ഫോൺ എടുത്തൊന്ന് തോണ്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യൽ നമ്മുടെ എല്ലാവരുടെയും നിത്യശീലങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു അല്ലെ. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. എന്തായാലും ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോണിലൂടെ നമുക്ക് കുറച്ച് നന്മകൾ കൂടെ ചെയ്താൽ എന്താ? നിങ്ങളായിരിക്കണം അതിനൊരു കാരണക്കാരി ആവേണ്ടത്. നിങ്ങള് 1000 സലാത്ത് ചൊല്ലി, ഇതേപോലെ നിങ്ങൾ കാരണം നിങ്ങൾ ക്രിയേറ്റ് ആക്കിയ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 1000 സലാത്ത് വീതം ചൊല്ലാൻ തുടങ്ങി. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ ദിവസവും 5000 സലാത്ത് വരാൻ തുടങ്ങി. നിങ്ങൾ എത്രയാ ചൊല്ലിയത്? 1000. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടില്, അതായത് നിങ്ങളുടെ ബാഗില്, നിങ്ങൾ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ബാഗിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടാ. അതായത് വലതു ഭാഗത്തിരിക്കുന്ന മലക്ക് നന്മ രേഖപ്പെടുത്തൂലേ, ആക്ച്വലി നിങ്ങൾ ചൊല്ലിയത് 1000 ആണ് കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ? 5000. അതായത് നിങ്ങൾ കാരണം ആരാണോ ഒരു സലാത്ത് ചൊല്ലുന്നത്, ആരാണോ കൂടുതൽ സലാത്ത് അധികരിപ്പിച്ച് ചൊല്ലുന്നത്, അവരൊക്കെ ചൊല്ലുന്ന സലാത്തിന്റെ ഗുണങ്ങള് അതേ പ്രകാരം ഒട്ടും കുറയാതെ നിങ്ങൾക്കും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ 1000 ആണ് ചൊല്ലിയതെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ 5000 സലാത്ത് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതുപോലെയാണ് ഓരോ അമലും. ഇതൊരു സലാത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ ദിക്റിന്റെ കാര്യങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഏതൊരു നന്മയായിരുന്നാലും ശരി, നിങ്ങൾ കാരണം മറ്റൊരാൾ ഒരു നന്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവര് പ്രവർത്തിച്ച നന്മയുടെ കൂലി അവർക്ക് ലഭിക്കുന്നതോടൊപ്പം ഒട്ടും കുറയാതെ നിങ്ങൾക്കും ലഭിക്കും.
യഥാർത്ഥത്തിൽ ഇതല്ലേ പരലോകത്തേക്കുള്ള മണി ചെയിൻ ബിസിനസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള മണി ചെയിൻ ബിസിനസ്, പകുതി പ്രോഫിറ്റ്, കാൽഭാഗം, 30% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മണി ചെയിൻ ബിസിനസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഹാഫോ പകുതിയോ ഒന്നല്ല കിട്ടുന്നത്, അവര് ചെയ്ത ആ പ്രതിഫലം അതുപോലെ മുഴുവനായിട്ടും നിങ്ങൾക്കും രേഖപ്പെടുത്താം, നിങ്ങളിലൂടെ മറ്റൊരാൾ ഒരു നന്മയിലേക്ക് വന്നാൽ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ കാരണം ഇന്നു മുതൽ ഒരാൾ സ്വലാത്ത് ചൊല്ലാൻ കാരണക്കാരായാൽ അവർ ചൊല്ലുന്ന സലാത്തിന്റെ ഗുണങ്ങൾ മുഴുവനും അവർക്ക് കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സലാത്തിന്റെ ഗ്രൂപ്പ് തുടങ്ങുക. സലാത്തിലൂടെ തുടങ്ങി വെക്കുക, പിന്നീട് നന്മകൾ അധികരിപ്പിക്കുക, ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് അതിലൂടെ പാസ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ചാലുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും നമുക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇതിലൂടെ പരിഹരിക്കപ്പെടാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അതായത് നിങ്ങൾക്ക് ഇനി ഒരു പ്രയാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു പരീക്ഷണവും വന്നു ചേരൂല എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് എന്ത് തന്നെ പരീക്ഷണങ്ങൾ വന്നു ചേർന്നാലും അതിന് മറ്റൊരു സൊല്യൂഷൻ, ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷൻ കൂടെ ഇപ്പുറത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെക്കും. അങ്ങനെ നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഹാപ്പിയായി ജീവിക്കാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുമെന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും സലാത്തിനെ മുറുകെ പിടിക്കുക. സലാത്ത് മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും വിജയിക്കാൻ പറ്റും. സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിസ്കരിക്കാൻ തോന്നും. ഒരു ദുശീലത്തിൽ അഡിക്റ്റ് ആയി പോയൊരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ദുശീലത്തിൽ നിന്ന് മാറാനുള്ള പ്രേരണ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയൊക്കെ ശുദ്ധിയാക്കാനുള്ള ഒരു അമൂല്യമായ നിധിയാണ് സ്വലാത്ത്. അത് നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ വാല്യൂ തിരിച്ചറിയാം, അതുകൊണ്ടുണ്ടാകുന്ന മഹത്വങ്ങളും നേട്ടങ്ങളും തിരിച്ചറിയാം, അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം സക്സസ് ആയി മാറും, എല്ലാ രീതിയിലും നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ നാവും എന്താക്കും, പ്രകാശമുള്ളതും വെളിച്ചമുള്ളതുമാക്കി തരും. അതിലൂടെ നമുക്ക് ദുനിയാവിലും പരലോകത്തും വിജയിക്കാൻ പറ്റും. ഓക്കെ, സലാത്ത് ചൊല്ലാൻ അങ്ങ് വിട്ടുപോവുക. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് പറയുന്നത്. നിങ്ങൾ ഒരു തസ്ബീഹ് കൗണ്ടർ എടുത്തിട്ട് വിരലിൽ അങ്ങോട്ട് ഇട്ട് വെക്കുക. തസ്ബീഹ് കൗണ്ടർ എപ്പോഴും ഒരു പോക്കറ്റിൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ തസ്ബീഹ് കൗണ്ടർ എടുത്ത് ബാഗിൽ എടുത്തു വെക്കുക. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് വിരലിലിടുക, നമ്മൾ ചൊല്ലുക. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നാട്ടുകാരൊക്കെ കാണൂലേ, ഓ അവര് വിചാരിക്കൂലേ നിങ്ങൾ വലിയ സലാത്തിന്റെ ആളാണെന്ന്. അങ്ങനെ ഒരു തൊട്ട് ആർക്കും വേണ്ട. നമ്മളുടെ നീയത്ത് നല്ലതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും സലാത്ത് അധികരിപ്പിക്കണം, അതുകൊണ്ട് അതിലൂടെ എനിക്ക് നന്നാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നാട്ടുകാർ പറയാം, ഓ ഒരിപ്പം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാലും അത് അവരും പഠിച്ചവനായിക്കോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേ വേണ്ട. നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് നന്നാവണം, നമുക്ക് സലാത്ത് ചെല്ലാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം, അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നാട്ടുകാർ കാണുമോ അവരെന്ത് ചിന്തിക്കുന്നു എന്നതിന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി തസ്ബീഹ് കൗണ്ടർ എടുത്ത് വിരലിലിടുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണോ ലക്ഷ്യമാക്കിയത് അവിടെ എത്തുന്നത് വരെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അധികരിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.